ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്ക്. അപ്പോൾ നമുക്കിന്ന് ഈദ് വ്ളോഗിലേക്ക് പോകാം. പെരുന്നാളായിട്ട് രാവിലെ തന്നെ എൻ്റെ കണ്ണിനെന്തോ പറ്റി ഗൈസ്. കണ്ടു, കണ്ണിനുള്ളിൽ എന്തോ ഒരു ഇങ്ങനെ എന്തോ സാധനം വന്ന് എന്താണെന്നറിയില്ല, കുറച്ച് കഴിയുമ്പോൾ മാറുമായിരിക്കും. നോക്കാം, എന്തായാലും നമുക്ക് പോകുന്നു. പിന്നെ ഞാൻ പുറത്ത് നോക്കി കുറച്ച് നേരം അവിടെ ഇരുന്നു. ഉമ്മയും വാപ്പയും അനിയനെയൊക്കെ ഫോൺ ചെയ്തു, കാരണം ഞാൻ എൻ്റെ വീട്ടിലല്ല. പിന്നെ നേരെ പോയി ഞങ്ങൾ റോട്ടിയൊക്കെ കഴിച്ച് മൈലാഞ്ചിയൊക്കെ ഉണ്ടോ ഗൈസ്, നിങ്ങളൊക്കെ മൈലാഞ്ചി കിട്ടും. പിന്നെ ഇന്ന് രാവിലെ എഴുന്നേറ്റതാണ്. രാവിലെ 5 മണിയായപ്പോൾ നമ്മൾ ഉറക്കം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിപ്പം കൂട്ടുകാരുടെ വീട്ടിലായതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഓച്ചിറ പോയിട്ട് കുറച്ച് പേര് അരിയൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ കുളിച്ച് റെഡിയായി ഞങ്ങൾ നേരെ അരിയൊക്കെ കൊടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ അതെല്ലാം കൊടുത്ത് സെറ്റായി ഒരു 7 മണിയായപ്പോഴത്തേക്കും തിരിച്ച് വീട്ടിൽ വന്ന് പിന്നെ ഇവിടെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഇവിടുത്തെ എല്ലാം കൊടുത്ത് സെറ്റാക്കി എല്ലായിടത്തും എല്ലാം എത്തിച്ച് പിന്നെ ഞാൻ സുബിയുണ്ടാണ് ഇവിടെ അരിയൊക്കെ കൊടുക്കാൻ വേണ്ടി പോയത്. പിന്നാണെങ്കിൽ രാവിലെ എണീച്ചിട്ട് ഉറക്കം ഇങ്ങനെ കണ്ണിലിങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റാക്കി വന്നു. ഇനി നമുക്ക് റെഡിയായിട്ട് കാണാം ഗൈസ്. കണ്ടോ, നമ്മളങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് റെഡിയായി ഗൈസ്. ഇതാണ് എൻ്റെ ഈദ് ഔട്ട്ഫിറ്റ്. കൊള്ളാമോ? ഇപ്പം ഈ അടുത്തായിട്ട് മഞ്ഞ കൂടുന്നുണ്ട്. പിന്നെ ഉമ്മച്ച ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്തു. ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണിയാണ്. സുമിയുടെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ബിരിയാണിയെല്ലാം സെറ്റ് ചെയ്ത് അങ്ങനെ അവർ വന്നു. അപ്പോൾ അവർക്ക് വന്നപ്പോൾ തന്നെ മൈലാഞ്ചി ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു തന്നിട്ട് ഇന്ന വേണം, ഇങ്ങനെ വേണം, അങ്ങനെ വേണം. അങ്ങനെ ഞാനെല്ലാം പറഞ്ഞത് സെറ്റാക്കി ഒരാളുടെ കയ്യിൽ ഇട്ട് കൊടുത്തു, അടുത്ത ആളുടെ കയ്യിൽ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ സംസാരിച്ച് കുറേ നേരം അങ്ങനെ ഇരുന്ന് ഓരോന്നൊക്കെ പറയുന്നുണ്ട് മൈലാഞ്ചി ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ. എല്ലാം സെറ്റ് ചെയ്ത് 2 പേർക്കും മൈലാഞ്ചിയൊക്കെ ഇട്ടതിന് ശേഷം ഉമ്മച്ച അവിടെ ഫുഡ് കഴിക്കാൻ വിളിച്ച്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പോയിരുന്നു. ഫുഡൊക്കെ കഴിച്ചു റെഡിയായി. നമ്മൾ ഫുഡൊക്കെ നല്ലപോലെ വയറ് നിറച്ച് കഴിച്ചു. പിന്നെ നമുക്ക് ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഒരു ഉറക്കമുണ്ടല്ലോ പെരുന്നാളിന്. ഞങ്ങൾ എഴുന്നേറ്റ് പറയാം നമുക്ക് ഇവരുടെ വരെ പോകാനുണ്ട്, അങ്ങനെ റെഡിയായിട്ട് വരാം. അങ്ങനെ ഞാൻ റെഡിയായി ഗൈസ്. ഇതാണ് എൻ്റെ ഇത് തന്നെ പെരുന്നാളിൻ്റെ ഔട്ട്ഫിറ്റ് തന്നെ. അങ്ങനെ നമ്മൾ റെഡിയായി സെറ്റായി. നമുക്കിനി പോയിട്ട് വരാം. അങ്ങനെ ഞാൻ സുബിയും കൂടെ ഇറങ്ങി. അങ്ങനെ നമ്മളിതാ പോകാനിറങ്ങി. പോകുന്ന വഴിക്ക് നമുക്ക് വേറൊരാളെയും കൂടെ കൊണ്ടുപോകാനുണ്ട്. അങ്ങനെ അയാളുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾ അയാളുടെ വീട്ടിലെത്തി. അങ്ങനെ അവർക്ക് ഡ്രസ്സൊക്കെ മാറണമായിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി ഇറങ്ങി. അപ്പോൾ താക്കോൽ എടുത്തിട്ടുണ്ടായില്ല. പിന്നെ ഞാൻ പോയി താക്കോൽ എടുത്തിട്ട് വന്നു. അങ്ങനെ ഇതാണ് ആള്, ഔഫിദ. അപ്പോൾ അവളുടെ വീട്ടിൽ നിന്ന് അവളെടുത്തു. അങ്ങനെ ഞങ്ങൾ പോകാൻ പോകും. അങ്ങനെ ഞങ്ങൾ വലിയരിക്കലെത്തി. അവിടെ നിന്ന് കുറേ നേരം കാഴ്ചയൊക്കെ കണ്ടു നിന്ന്. കുറേ ആൾക്കാർ, നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ കുറേ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. വേഗം നടക്കുന്ന ഒന്നാമതിൽ ഞങ്ങൾ ലേറ്റായി. പിന്നെ വെട്ടം പോയി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ലല്ലോ. അവിടെ ചെന്നപ്പോൾ എന്തോ ഉത്സവമായിരുന്നു. പിന്നെ ബ്ലോക്കും കാര്യങ്ങളും. പിന്നെ ഒരുവിധം ഞങ്ങളങ്ങ് എത്തി. അവിടെ എത്തി പിന്നെയും കുറേ നേരം ഞാൻ നടന്ന് കുറച്ച് ഉള്ളിലോട്ട് വേണം. അവിടെ നമ്മൾ ഈ ഒരു സ്പോട്ടിലാണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അവളുടെയും ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരവിടുന്ന് ഫോട്ടോ എടുക്കുന്നു. ഞാനിവിടെ ഇങ്ങനെ ഇതിൻ്റെ പുറകിലൊരു സ്വാമിജീൻ്റെ മണ്ടയ്ക്ക് കയറുന്ന എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ആ ഫോട്ടോയ്ക്ക് പോസൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ അവർ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞാനവിടെ ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ ഫോണിൽ കളിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. കടലോട്ടൊക്കെ ഇറങ്ങി ഫോട്ടോ എടുക്കാം. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും എനിക്കൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഉമ്മയും വാപ്പിയും അനിയനൊന്നും ഇല്ലാണ്ടായപ്പോൾ ഒരു ചെറിയ വിഷമം. അവർ കടയിലാണ്, അതുകൊണ്ട് ആർക്കും വരാൻ പറ്റിയില്ല. ഇനിയിപ്പം 3-ാം തീയതി എങ്ങാണ്ട് വരുള്ളൂ, എപ്പോഴും 3-ാം തീയതി. അപ്പോൾ അതിൻ്റെ അടുത്ത് പിന്നെ എന്നെ ഫോട്ടോ എടുക്കാൻ വിളിച്ച്. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. പിന്നെ എന്നാലും പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്ത് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കുറച്ചെടുത്തുള്ളൂ. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ചടന്ന സമയത്ത് ഇവിടുന്ന് എന്തൊക്കെയോ അവരൊക്കെ ചെയ്യുന്നുണ്ട്. യോഗയാണെന്ന് തോന്നുന്നു. അങ്ങനെ അവിടുന്ന് കുറേ നടന്നു. പിന്നെ ഇത് മറ്റേ ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് സമയം എടുത്തു. പിന്നെ ഞങ്ങൾ നടന്ന് പെട്ടെന്ന് തിരിച്ചു പോയപ്പോഴത്തേനും ലൈറ്റൊക്കെ ഇട്ടപ്പോഴത്തേനും ഇരുട്ടായി കുറച്ച്. അങ്ങനെ ഞങ്ങൾ നടന്ന് അപ്പുറം ഇറങ്ങി. അതിനിടയ്ക്ക് താക്കോലൊക്കെ ഞാൻ നിലത്തൊക്കെ ഇടുന്നു. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി. കടയിൽ കയറി കുറച്ച് വെള്ളം വാങ്ങി. ഭയങ്കര ദാഹമായിരുന്നു, ബിരിയാണിയുടെ ആ ഒരു സൈഡ് എഫക്റ്റ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അവളെ കൊണ്ടുവന്നാക്കി. ഞങ്ങൾക്ക് ഇറങ്ങാൻ പറഞ്ഞു, പക്ഷേ ഞങ്ങൾ ഇറങ്ങിയില്ല. ഞങ്ങൾക്ക് ലേറ്റായി. ഇനി വേറെ വരെ പോകണം, സുബിയുടെ മൂത്തുംചടങ്ങ് പോകണം. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എത്തി. അവിടെ പോയി നമുക്ക് മാങ്ങ കൊടുക്കാനുണ്ടായിരുന്നു അച്ചാറിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പം പിന്നെ കണ്ണാടി കാണുമ്പോൾ ഫോട്ടോ എടുക്കുന്നത് നമ്മുടെ ഒരു വീക്ക്നെസ് ആണല്ലോ. അങ്ങനെ അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് പക്ഷിയൊക്കെ കാണിച്ച്. പിന്നെ മൂത്തമ്മച്ചാടത്തും പോയിരുന്നു. അപ്പം മുന്തിരി തന്ന്. അങ്ങനെ അതെല്ലാം തിന്ന് തീർത്തു. ആദ്യം വേണ്ടെന്നൊക്കെ പറഞ്ഞു, പിന്നെ അങ്ങ് തിന്ന്. അങ്ങനെ അതൊക്കെ തിന്ന് പിന്നെ അവിടെ നിന്ന് എന്തോ തന്നു വിട്ടു. അങ്ങനെ അതുമായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.
ഇരുട്ടായപ്പോഴേക്കും കുറച്ച് സന്ധ്യയായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോകാൻ നോക്കി. ഉമ്മച്ച വിളിച്ചപ്പോഴേക്കും അങ്ങനെ ഞങ്ങൾ എത്തി, നമ്മുടെ വീടിൻ്റെ വഴി എത്തി. അപ്പോൾ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് വെട്ടമൊന്നുമില്ല, വെളിയിൽ ഇരിപ്പുണ്ടായിരുന്നു എല്ലാവരും. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ ഈദ് വ്ളോഗ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ പരമാവധി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. ബൈ.